ഇന്നിപ്പോ ഒരു പത്രം എഴുതിയിരിക്കുന്നത് ആരോഗ്യ മേഖല വെന്റിലേറ്ററാണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഈ ആരോഗ്യ മേഖല ആകെ ആടിയുലയുകയാണ് സർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ആരോഗ്യ മേഖലയാണ് മധു? നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റും മനോരമയും നമ്മൾ അടക്കമുള്ള എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്ത ഒരു കണക്കുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയത് 47 വീഴ്ചകളിലാണ്. 47 എന്നാണ് കണക്ക്. 47 അതിൽ 47 വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. 5 വർഷം കൊണ്ടാണ്, ഓർമ്മിക്കണം. മൊത്തം കണക്ക് ഞാനൊന്ന് എടുത്തു നോക്കി. മൊത്തം നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമായിട്ട് നടന്ന വീഴ്ചകളിൽ 92.34% സംഭവിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. ഒരു പത്രവും അച്ചടിത്തില്ല, ഒരു സോഷ്യൽ മീഡിയയും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. സർക്കാർ മേഖലയിൽ എത്ര വീഴ്ച അറിയാമോ? 7.36%. അമേരിക്കയിൽ പോലും തന്നെ 20-22% വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും 7.36%. അത് കുറയ്ക്കണം, അത് വേണമെന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. പക്ഷേ 92% വീഴ്ച വരുത്തുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് ജാമ്യം കൊടുക്കുകയും 7% വീഴ്ച വരുത്തുന്ന സർക്കാർ ആശുപത്രികൾ തകർന്നെന്നും വെന്റിലേറ്ററിലായെന്നും ആടിയുലയുകയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വളരെ വ്യക്തമായ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അത് കണക്ട് ചെയ്ത് വായിക്കുമ്പോഴാണ് KKR, ബ്ലാക്ക്സ്റ്റോൺ എന്ന കമ്പനികളെ കുറിച്ച് നമ്മൾ പറയുക. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏറ്റെടുത്തിരിക്കുന്നത് KKR എന്ന് പറയുന്ന ഗ്ലോബൽ ഇക്വിറ്റി ഫേമാണ്. മൈത്രേയ എന്ന് പറയുന്ന ആശുപത്രി ഏറ്റെടുത്തിരിക്കുന്നത് KKR എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ്. ഒപ്പം ബ്ലാക്ക്സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നത് പല ആശുപത്രികളും, കിംസ് അടക്കമുള്ള ആശുപത്രികൾ, ആസ്റ്റർ മെഡിസിറ്റി, ഇവിടെയൊക്കെ വിദേശ നിക്ഷേപമുണ്ട്. മൊത്തം സ്വകാര്യ ആശുപത്രികളിലേക്ക് വന്ന നിക്ഷേപം 7000 കോടിയാണ്. ഇത് എവിടെ നിന്ന് കിട്ടും? ഒരു കണക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ ഈ കണക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ പൂട്ടിപ്പോയ സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം അറിയാമോ? ചെറുകിട സ്വകാര്യ ആശുപത്രികൾ 1750 സ്വകാര്യ ആശുപത്രികൾ പൂട്ടിയതിന്റെ കാരണം എന്താണെന്നറിയാമോ മധു? ഇവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയിരുന്ന ആളുകൾ എവിടേക്ക് പോകാൻ തുടങ്ങി? അവർ ഈ സർക്കാർ കുടുംബാരോഗ്യ ആശുപത്രിയിൽ പോകാൻ തുടങ്ങി. പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പറയുന്ന നവീകരിക്കപ്പെട്ട ആശുപത്രികളുടെ വലിയ പട്ടിക ഇടത് ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അടിസ്ഥാനപരമായ വസ്തുതയുമാണ്. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര കുത്തകകൾ മുഴുവനും സംസ്ഥാനത്തേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റുമായി വരുന്നതിന്റെ അടിസ്ഥാന ഡാറ്റ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് അത് കേരളത്തിനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ വിപണി സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ താല്പര്യം സ്വാഭാവികമായും കേരളത്തിലേക്ക് വരും. ഇനി ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എങ്ങനെ വന്നറിയാമോ? നമ്മൾ ശീലിച്ചെടുത്ത നമ്മളുടെ ആരോഗ്യശീലം കൊണ്ട്. നമ്മളുടെ കുഞ്ഞിനൊരു ചുമ വന്നാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കാൻ പോകും. ഉത്തർപ്രദേശിലാണെങ്കിൽ എന്താ അവസ്ഥ? അവിടെ പീഡിയാട്രിഷ്യനെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് വണ്ടി എടുത്ത് 40-50 കിലോമീറ്റർ പോകേണ്ടി വരും. 1.5 കിലോമീറ്റർ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പോയ ഒരു ഡോക്ടറെ കാണാം. ഉത്തർപ്രദേശിൽ അങ്ങനല്ല. അതാണ് അവസ്ഥ. ഔട്ട് ഓഫ് പോക്കറ്റ്